ഇത്തവണ മിനായിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് സൗജന്യമായ മെഡിക്കൽ സപ്പോർട്ട് നൽകി അമീർ മെഡിക്കൽ ഗ്രൂപ്പ്. അമീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലിങ്കൽ തത്സമയം ചേരുകയാണ്. മുൻ വർഷങ്ങളെ ഡോക്ടർ അഹമ്മദ് ആലിങ്കൽ, ഗുഡ് മോർണിംഗ്. ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ അനുഭവം എങ്ങനെയായിരുന്നു? ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് സൗജന്യമായി എല്ലാ മെഡിക്കൽ പരിശോധനകളും ചികിത്സയും ഒക്കെ നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. സന്തോഷം. താങ്ക് യു ഫോർ ദി ബിഗ് മാഗ്നാനിമിറ്റി. താങ്ക് യു സർ. ഈ വർഷം തീർച്ചയായും നമുക്ക് അതൊരു വലിയൊരു ഭാഗ്യം പോലെ വന്നൊരു അവസരമായിരുന്നു. ഹജ്ജിന്റെ ഏകദേശം ഒരു 10 ദിവസം മുമ്പാണ് നമുക്ക് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സെന്റർ നമുക്ക് അനുവദിച്ചു കിട്ടിയത്. അപ്പം ഇന്ന് രാവിലെ വരെ ഏകദേശം 2000-ഓളം തീർത്ഥാടകരെ മിനായിൽ മാത്രം നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വർഷം. അത് കൂടാതെ നമ്മുടെ മക്കത്തുള്ള ഹോസ്പിറ്റലാണെങ്കിലും എല്ലാ രീതിയിലുള്ള ക്രിട്ടിക്കൽ കെയർ വിഭാഗങ്ങളും സജ്ജമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളും അതിന് മുമ്പത്തെ വർഷങ്ങളും വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ എല്ലാ രീതിയിലും പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഈ വർഷം ആ രീതിയിലുള്ള ഒരു അത്യാഹിതങ്ങളും നമുക്ക് കാണേണ്ടി വന്നില്ല. മറ്റൊരു കാര്യം, ഇത്തവണ വളരെ സമാധാനപരമായിട്ടാണ് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയായത്. തീർച്ചയായിട്ടും നമ്മൾ സൗദി സർക്കാരിനെ അഭിനന്ദിച്ചേ മതിയാവും. ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ എത്തിയിട്ടും ഒരു സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ലാതെ ഇത് കടന്നുപോയി. മുൻ വർഷങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇക്കൊല്ലത്തെ ഹജ്ജിനെ ഡോക്ടർ അഹമ്മദ് എങ്ങനെ വിലയിരുത്തും? ഈ വർഷത്തെ ഹജ്ജിന് തീർച്ചയായും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഹജ്ജിന്റെ ഒരു 1.5 മാസം മുമ്പ് സൗദിയിലെ പ്രത്യേകിച്ച് മക്കത്തും മക്കയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ വിസിറ്റ് വിസയിലും ഒക്കെ ഉള്ള ആളുകൾ മക്കയിൽ നിന്ന് മാറണമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ വർഷം അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അവരത് എൻഫോഴ്സ് ചെയ്തിരുന്നു. അപ്പം ചെക്കിംഗ് ആണെങ്കിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ രീതിയിലും ഹജ്ജിന്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ മക്ക നഗരത്തിന്റെ വീഥികൾ ശരിക്കും ശൂന്യമായിരുന്നു. ആളുകൾ തീരെ ഇല്ലായിരുന്നു വഴികളിലൊന്നും. അതുകൊണ്ട് തന്നെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക്, തീർത്ഥാടകർക്ക് അവർക്കുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റീസും അവർക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി. പിന്നെ ഈ അനധികൃത തീർത്ഥാടകരും അങ്ങനെ ആളുകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വഴികളും ഒരുപാട് സ്ഥലങ്ങളും ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അധികൃതർക്കും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഈ മിനിസ്റ്റർ ഓഫ് ഇന്റീരിയറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, മിനിസ്റ്റർ ഓഫ് ഹജ്ജ് ആൻഡ് ഉംറ ആണെങ്കിലും, മിനിസ്റ്റർ ഓഫ് ഹെൽത്തിനാണെങ്കിലും എല്ലാ രീതിയിലും വോളണ്ടിയേഴ്സും എല്ലാവരും ആ പൊസിഷനും അവരുടെ കാര്യങ്ങളും കറക്റ്റായി ചെയ്തത് കൊണ്ട് വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കടന്നുപോയ ഹജ്ജായിരുന്നു ഇത്തവണ. മാത്രമല്ല ശക്തമായ ചൂടും ഉണ്ടായിരുന്നു. എന്തൊക്കെ സൗകര്യങ്ങളാണ്, പ്രത്യേകിച്ച് ചൂട് കാലത്താണല്ലോ നിങ്ങൾ മിനായിൽ സൗജന്യമായി ചികിത്സാ പദ്ധതികളെ കൊണ്ടുവന്നത്. ഈ പൊതുവെ ഈ ചൂടിനെ തരണം ചെയ്യാൻ ഈ ആരോഗ്യവകുപ്പ് എന്ത് നടപടികളാണ് അവിടെ ചെയ്തത്? ഈ വർഷം തുടക്കം മുതൽ തന്നെ ഈ ചൂടുള്ള സമയങ്ങളിൽ, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ആരും പുറത്തിറങ്ങരുത് എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പം അത്യാവശ്യങ്ങൾക്കല്ലാതെ ഈ പ്രത്യേകിച്ച് തീർത്ഥാടകർ ആരും പുറത്തിറങ്ങരുത്. ഇപ്പൊ ഈ സമയങ്ങളിൽ വൈകുന്നേരത്തേക്കുള്ള തിരക്ക് കുറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി വെക്കും. അതേപോലെ നടന്നു പോകുന്ന വഴികളിലൊക്കെ തണലിന് വേണ്ടിയിട്ടുള്ള ഷെഡുകളും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നു. അതോടുകൂടെ തന്നെ നടന്നു പോകുന്നത് കഴിയുന്നതും ഒഴിവാക്കി കൂടുതൽ ബസ്സുകളിൽ മാത്രം കൊണ്ടുപോകുന്ന ഒരു രീതി. അതേപോലെ അറഫയിലാണെങ്കിലും മുസ്ദലിഫയിലാണെങ്കിലും കുറഞ്ഞ സമയമാണ് ഹാജിമാർ ചെലവഴിക്കുന്നത്. മിനയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സമയമാണ്. അവിടെയും അവര് നിൽക്കേണ്ട സ്ഥലവും കാര്യങ്ങളും കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് അവിടെ വേണ്ട സൗകര്യങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട്, അതായത് അവർ ആ സ്ഥലത്തിൽ നിന്ന് മാറേണ്ട ഒരു രീതിയിലുള്ള ആവശ്യം വരുത്താത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പം മക്കയിലും ഈ മിനയിലും അറഫയിലും മുസ്ദലിഫയിലുമുള്ള എല്ലാ മെഡിക്കൽ ഫെസിലിറ്റികളിലും ഹജ്ജിന്റെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ എല്ലാ രീതിയിലുള്ള നിരീക്ഷണങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഹീറ്റ് സ്ട്രോക്ക് കേസ് വന്നാൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പം ഒരു തടയാനുള്ള ഒരു പ്രിവെൻഷനുള്ള കാര്യങ്ങളും അത് വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിലും എല്ലാ രീതിയിലും റെഡിയായിരുന്നു.
ഡോക്ടർ അഹമ്മദ് ആലിങ്കൽ, ഒരു കാര്യം കൂടി, അതായത് ഈ മിനായിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ഈ ഹജ്ജ് പ്രമാണിച്ച് നിങ്ങൾ നടത്തിയ ഈ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ സൗജന്യ ചികിത്സയിൽ ഈ മലയാളി തീർത്ഥാടകർക്ക് മാത്രമായിരുന്നോ ഈ സൗകര്യം, അതോ ഇന്ത്യൻ തീർത്ഥാടകർക്കുണ്ടായിരുന്നോ, അതുപോലെ വിദേശ നാടുകളിലെ അതുപോലെ പ്രാദേശിക ജനങ്ങൾക്കും ഇതിൻ്റെ സൗകര്യങ്ങൾ കിട്ടിയോ? ഇങ്ങനെയായിരുന്നു നിങ്ങളത് നിജപ്പെടുത്തിയിരുന്നത്? ശരിക്കും ഇപ്പൊ ഈ വർഷം മുതൽ ഈ ഹജ്ജ് മിഷനുകളുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിരുന്നു ഇവിടുത്തെ ഗവൺമെന്റ്. അതായത് സാധാരണ എല്ലാ രാജ്യത്തിന്റെ ഹജ്ജ് മിഷനുകളും അവരവരുടെ മെഡിക്കൽ സ്റ്റാഫിനെയും അവരുടെ സാധനങ്ങളും എല്ലാം മരുന്നുകൾ അടക്കം അവരവരുടെ രാജ്യത്ത് നിന്ന് കൊണ്ടുവരാറാണ് പതിവ്. ഈ വർഷം മുതൽ അതിനൊരു മാറ്റം വരുത്തി. അത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കമ്പനി ആയിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് മാത്രം ചെയ്യണം എന്നായിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഉൾപ്പെടെ ഇന്തോനേഷ്യ, ചൈന, തായ്ലൻഡ് അങ്ങനെ ഏകദേശം 9ഓളം രാജ്യങ്ങളുടെ മെഡിക്കൽ പ്രൊവൈഡർ അബീർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഈ സെന്റർ കിട്ടിയത് ശരിക്കും കാരണം ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് തീർത്ഥാടകർ വരുന്നത് ഇന്തോനേഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നുള്ള രാജ്യങ്ങളിലാണ്. അപ്പൊ നമുക്ക് ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും വലിയ 2 രാജ്യങ്ങളിൽ നിന്ന് ഉള്ള തീർത്ഥാടകരുടെ മെഡിക്കൽ സൂപ്പർവൈസർ നമ്മൾ ആയതുകൊണ്ടാണ് നമുക്ക് ആദ്യം ക്ലിനിക്ക് കിട്ടിയത്. പക്ഷേ ക്ലിനിക്ക് എല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു. ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ബംഗ്ലാദേശിയാണ്, പിന്നെ ഇന്ത്യ, പിന്നെ പാകിസ്ഥാൻ, പിന്നെ നൈജീരിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം ഹജ്ജിന് 170 രാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകർ വന്നിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ കാണിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് ഏകദേശം ഒരു 12ലേറെ രാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകർ നമ്മുടെ സെന്ററിലെ സേവനങ്ങൾ തേടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ അഹമ്മദ് ആലിങ്കൽ. എന്തായാലും മിനായിൽ ഇങ്ങനെ ഒരു സൗജന്യമായ മെഡിക്കൽ കേന്ദ്രം തുടങ്ങാനും ഒരുപാട് രാജ്യങ്ങളിലെ തീർത്ഥാടകർക്ക് അത്താണിയാക്കാനും കഴിഞ്ഞത് വളരെ ഭാഗ്യവും അതുപോലെ ഒരു പുണ്യവുമായിട്ട് ഞാൻ കാണുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഇനിയും നിങ്ങൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അബീർ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ അഹമ്മദ് ആലിങ്കൽ. താങ്ക് യു ഡോക്ടർ അഹമ്മദ് ആലിങ്കൽ വൺസ് അഗെയിൻ.